ഇതാണ് 5x5 റുബിക്സ് ക്യൂബ് അല്ലെങ്കിൽ ദ പ്രൊഫസർ ക്യൂബ്. 1981 ഊഡോ ക്രെൽ എന്ന് പറയുന്ന ഒരാളാണ് ഇത് കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിക്കപ്പെട്ടു എന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 3ഉം 4ഉം ഒക്കെ ആൾറെഡി ഉണ്ടല്ലോ, പിന്നെ കണ്ടുപിടിക്കാൻ എന്താണ് പുതുതായിട്ട്. ഇതിൻ്റെ മെക്കാനിസമാണ് കണ്ടുപിടിക്കുന്നത്. കാരണം 3x3ഉം 4x4 ലെയറുകളുണ്ട്, അപ്പോൾ കൂടുതൽ പീസുകളുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റേബിളായിട്ട് നമ്മൾ കറക്കുമ്പോഴൊന്നും ഇളകി പോകുമ്പോഴല്ല, അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക. അങ്ങനെ വർക്കിംഗ് ആയിട്ടുള്ളൊരു ഡിസൈൻ പുള്ളിയാണ് കൊണ്ടുവരുന്നത്. ഇതിനൊരു 4x4 കൂടുതൽ വലിപ്പമുണ്ട്, കൂടുതൽ പീസുകളും ഉണ്ട്. എന്തുകൊണ്ട് ഇതിനെ ദ പ്രൊഫസർ ക്യൂബ് എന്ന് വിളിക്കുന്നു? കാരണം നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരുപാട് പീസസ് ഉണ്ട്. അത് ഓരോന്നും നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യണം. ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുമാണ്, കുറച്ച് സമയം എടുക്കും. ഇത് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ 4x4 ചെയ്ത പോലെ തന്നെ സെൻറ്റർ പീസുകൾ അലൈൻ ചെയ്യണം. ഇത് നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 5x5 ഫിക്സഡ് സെൻറ്റർ പീസ് ഉണ്ട്. അപ്പോൾ അതിന് ചുറ്റും ബാക്കി സെൻറ്റർ പീസുകളൂടെ കൊണ്ടുവന്നാൽ മതി. സെൻറ്റർ പീസെല്ലാം അലൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. നടുക്കൊരു 3x3 സ്ക്വയർ കാണും. അതുപോലെ എല്ലാ കളറും ചെയ്യുക. അത് കഴിഞ്ഞ് 4x4 ചെയ്ത പോലെ തന്നെ എഡ്ജ് പെയർ ചെയ്യുക. 4x4 2 എഡ്ജായിരുന്നെങ്കിൽ ഇതിനകത്ത് 3 എഡ്ജുണ്ട്. ഇതിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെ നമുക്ക് എഡ്ജും പെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ എഡ്ജെല്ലാം പെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 3x3 സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യാം. 4x4 വരുന്ന സ്പെഷ്യൽ കേസുകൾ ഇതിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് സെയിം ഇക്വേഷൻ തന്നെ വെച്ച് സോൾവ് ചെയ്യാം. പിന്നെ കുറച്ച് പുതിയ കേസുകളും ഉണ്ട്. മെയിനായിട്ട് നിങ്ങളിതിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ സെൻറ്റർ പീസുകൾ അലൈൻ ചെയ്യലും പിന്നെ എഡ്ജ് പെയർ ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ 5x5 എന്ന പ്രൊഫസർ ക്യൂബിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.